ഹായ്, വെൽക്കം ബാക്ക് ടു ആര്യ ലൈഫ് വ്ലോഗ്സ്. എല്ലാവർക്കും ഹാപ്പി ഓണം. തിരുവോണം ആശംസകൾ. ഹായ് ഫ്രണ്ട്സ്, തിരുവോണം ദിവസത്തെ എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണം എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. പാലക്കാട് ഉത്രാടം ദിനത്തിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. തിരുവോണം ദിവസം അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചാറ്റലും കുറച്ച് മഴയുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് വീടെല്ലാം ക്ലീൻ ചെയ്ത് കുളിച്ച് വിളക്ക് വെച്ചു. ഫസ്റ്റ് അതായിരുന്നു ഞാൻ ചെയ്തത്. ഇവിടെ ഞങ്ങൾക്ക് ഓണമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പൂക്കളമൊന്നും ഇടുന്നില്ല. അതുപോലെ സദ്യ ഒരുക്കങ്ങളും ഇല്ല. വീട്ടിലോട്ട് പോകണം. ഈ തിരുവോണം ദിവസത്തിൽ മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരത്തെക്കുറിച്ച് പറയാം കേട്ടോ. ഞാൻ നേരത്തെ ഈ വീഡിയോ ദശാവതാരം കഥകൾ ഇടുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നല്ലൊരു ഓണ ദിവസമായതുകൊണ്ട് വാമനാവതാരത്തെക്കുറിച്ച് പറയാം. പരമഭക്തനായിരുന്ന പ്രഹ്ലാദൻ്റെ ചെറുമകനായിരുന്നു മഹാബലി. പ്രഹ്ലാദൻ ആരായിരുന്നു എന്നും പ്രഹ്ലാദൻ മഹാവിഷ്ണുവിൻ്റെ വളരെയധികം ഭക്തനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം നരസിംഹാവതാരം എന്നതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ എൻ്റെ ഒരുക്കങ്ങൾ, സാരി ഒന്ന് ഉടുക്കണം. എന്തായാലും ഓണം വിഷു പോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴല്ലേ അല്ലേ സാരി ഉടുക്കാറുള്ളൂ. ഇന്ന് എന്തായാലും കുറച്ച് അണിഞ്ഞൊരുങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ ഒരുക്കത്തിനൊരു കമൻറ്റ് വന്നിട്ടോ, ഓണമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും ഒരുക്കം എന്ന് വിചാരിച്ച് കാണും. ഓണം ഇല്ലെങ്കിൽ ഒന്ന് സാരി ഉടുത്ത് അമ്പലത്തിൽ പോകാൻ പറ്റില്ലേ? പാലക്കാട് ഇങ്ങനെയുള്ള ചില പൊട്ട ആചാരങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കൂട്ടിയിട്ടുണ്ട്. മാളു ആയിരുന്നു കേട്ടോ എനിക്ക് വീഡിയോസ് എല്ലാം എടുത്തു തന്നത്. മാളു എൻ്റെ ഏട്ടൻ്റെ മോളാണ്. എൻ്റെ ഈ റൊട്ടീനൊന്നും ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുമല്ല. എൻ്റെ ബാല്യകാലം മുതൽ ഉള്ളതാണിത്. ഇടയ്ക്ക് കുറിച്ച് എങ്ങാണ്ടോ ബ്രേക്ക് ആയിരുന്നു. പിന്നീട് അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചെത്തി. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ശീലങ്ങളാണിത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടു പഠിച്ചും അത് ഫോളോ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് മാളൂട്ടി. അങ്ങനെ രാവിലെ റെഡിയായിട്ട് മാളൂട്ടിയും കൊണ്ട് ശിവ ടെമ്പിളിലേക്ക്, മോനും ഉണ്ടായിരുന്നു. അവൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ അടുത്ത് വരില്ല. അങ്ങനെ ശിവ ടെമ്പിൾ കാക്കുറിശ്ശി അപ്പനെ ഒന്ന് കാണാൻ പോയി. നിങ്ങളെല്ലാവരും ഈ ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മഴയാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തണം എന്നുണ്ടെങ്കിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്നും നോക്കാറില്ല അല്ലേ. പൊതുവേ കച്ചവടക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. കാരണം മഴയത്ത് അധികം ബിസിനസ്സൊന്നും നടന്നിട്ടുണ്ടാവില്ല. എങ്കിലും നല്ലൊരു സന്തോഷമുള്ള ദിനമായിരുന്നു കേട്ടോ ഇന്ന്. ഇവിടെ കാക്കുറിശ്ശിയപ്പൻ്റെ ഇവിടെ വളരെ ഭംഗിയായിട്ട് പൂക്കളം ഒരുക്കിയിരുന്നു. കണ്ടോ, ശിവലിംഗമായിരുന്നു അവിടെ തീം. അതിൽ ശിവലിംഗം ബ്ലാക്ക് കളറ്, അതിൽ ഇട്ടിരിക്കുന്നത് എള്ളാണ് കേട്ടോ. എള്ള് കൊണ്ടാണത് പൂക്കളം ഒരുക്കിയിരിക്കുന്നത്, ശിവലിംഗം മാത്രം. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുന്നത് മനസ്സിനൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അല്ലേ. എനിക്കെല്ലാം അങ്ങനെയാണ് കേട്ടോ. വാമനാവതാരം സ്റ്റോറി പറയാം. പ്രഹ്ലാദൻ്റെ ചെറുമകനായിരുന്നു മഹാബലി. ഉഗ്രപ്രതാപവും യുദ്ധകുശലതയുമാണ് ബലി എന്ന അസുര ചക്രവർത്തിയെ മഹാബലി എന്നാക്കി മാറ്റിയത്. തൻ്റെ പിതാമഹൻ്റെ ഭക്തിയും ധർമ്മനിഷ്ഠയും ഒന്നും ബലിക്കുണ്ടായിരുന്നില്ല. അതായത് പ്രഹ്ലാദനെ പോലെ ആയിരുന്നില്ല മഹാബലി എന്നാണ് പറയുന്നത്. ദേവന്മാരെ പലവട്ടം പരാജയപ്പെടുത്തിയ ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. അതുകൊണ്ട് തന്നെ മഹാബലിക്ക് കണക്കറ്റ് അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. ഈ അഹങ്കാരത്തിന് തൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദൻ കൊടുത്ത ശിക്ഷയായിരുന്നു വാമനാവതാരം. പ്രഹ്ലാദൻ്റെ ശാപപ്രകാരം മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കാൻ അവതരിച്ച വടു ആയിരുന്നു വാമനൻ. ഭഗവാന്റെ 9 അവതാരങ്ങളിൽ മധ്യത്തിലേത് എന്ന നിലയിൽ വാമനാവതാരം വളരെയധികം ശ്രദ്ധേയമാണ്. ഭഗവാൻ മഹാവിഷ്ണു ലോക നന്മയ്ക്കായി എടുത്ത അവതാരങ്ങളിൽ ആദ്യത്തെ മനുഷ്യരൂപം വാമനനാണ്. മഹാബലി ധാരാളം പരാക്രമങ്ങൾ കാണിച്ചിരുന്നു എങ്കിലും
രാജ്യഭരണത്തിൽ ധർമ്മനിഷ്ഠ പുലർത്തിയിരുന്നു. ഇത്തരം ധർമ്മങ്ങൾ ചെയ്തിരുന്ന അസുര രാജാവിനെ ചവിട്ടിത്താഴ്ത്തിയതിൽ അന്യായമുണ്ടെന്ന് കരുതുന്നവരാണ് ഏറെ മലയാളികളും. എന്നാൽ അതുകൊണ്ട് ബലിയുടെ നാടുകാണൽ വരവിനെ നാം ഓണമായി ആഘോഷിക്കുന്നു. മലയാള നാട്ടിലെ രാജാവായിരുന്നു മഹാബലി എന്ന് വിശ്വസിക്കപ്പെടുന്നു. പലപ്പോഴും അസുരന്മാരെ പരാജയപ്പെടുത്തിയ ചരിത്രമാണ് ദേവന്മാർക്കുള്ളതെങ്കിലും മഹാബലിയുടെ ഭരണകാലത്ത് ദേവന്മാർ നിരന്തരം തോറ്റോടിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരിക്കൽ ദേവേന്ദ്രൻ യുദ്ധമധ്യേ മഹാബലിയെ സൂത്രത്തിൽ കീഴ്പ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. പക്ഷേ എന്തു പ്രയോജനം? മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് അസുരഗുരു ശുക്രാചാര്യർ ബലിയെ ജീവിപ്പിച്ചു. കൂടുതൽ വാശിയോടെ ബലി ദേവലോകം ആക്രമിക്കുകയും ഇന്ദ്രസ്വത്തുക്കൾ കൈക്കലാക്കി മടങ്ങിപ്പോരുകയും ചെയ്തു. ഇതിനുശേഷം ഉഗ്ര തപസ് അനുഷ്ഠിച്ച് മഹാബലി കൂടുതൽ വരശക്തികൾ സമ്പാദിച്ചു. 100 അശ്വമേധയാഗങ്ങൾ നടത്തിയ ചക്രവർത്തിയാണ് മഹാബലി. ഈ മഹായജ്ഞങ്ങൾക്കു ശേഷം യജ്ഞദേവൻ പ്രത്യക്ഷപ്പെട്ട് മഹാബലിക്ക് ഇന്ദ്രന് തുല്യമായ ദിവ്യരഥങ്ങളും ആയുധങ്ങളും നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ വീണ്ടും മഹാബലി ദേവലോകം ആക്രമിച്ചു. ഈ പോരാട്ടത്തിൽ ദേവന്മാർ പൂർണ്ണമായും പരാജയപ്പെടുകയും മഹാബലി ഇന്ദ്രലോകം പിടിച്ചടക്കുകയും ചെയ്തു. തൻ്റെ പിതാമഹനായ പ്രഹ്ലാദനെ ക്ഷണിച്ചു വരുത്തി ബലി ദേവലോകം അദ്ദേഹത്തിനു ദക്ഷിണയായി നൽകി. ചെറുമകനെ അനുഗ്രഹിച്ച ധർമ്മിഷ്ഠനായ പ്രഹ്ലാദൻ ധർമ്മം ഒരിക്കലും കൈവിടാതെ ഭരിക്കാൻ മഹാബലിയെ ഉപദേശിച്ചു. വലിയച്ഛൻ്റെ ഉപദേശപ്രകാരം ധർമ്മം അനുഷ്ഠിക്കാൻ മഹാബലി തീരുമാനിച്ചു. ബലി മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനും ധർമ്മിഷ്ഠനുമായി തീർന്നു. നാടാകെയും സമൃദ്ധിയും ഐശ്വര്യവും കളിയാടി. പക്ഷേ ബ്രാഹ്മണർക്കും ദേവകൾക്കും അർഹിക്കുന്ന പ്രത്യേക പരിഗണനകൾ ലഭിച്ചിരുന്നില്ല. അവർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ദേവലോകം വിട്ടോടിയ ദേവകളും വിഷ്ണുവിനോട് മഹാബലിയുടെ ഉയർച്ചയ്ക്ക് കടിഞ്ഞാൺ ഇടണമെന്ന് അപേക്ഷിച്ചു. മനസ്സില്ലാ മനസ്സോടെ വിഷ്ണു അതിന് സമ്മതിച്ചു. പിതാമഹനായ പ്രഹ്ലാദനെ കാണുവാൻ ഒരിക്കൽ മഹാബലി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി. രാജ്യത്തെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിനിടയിൽ മഹാബലി അഹങ്കാരത്തോടെ വിഷ്ണുവിനെ പരിഹസിച്ചു. ഇതുകേട്ട് പ്രഹ്ലാദൻ കോപിക്കുകയും നിന്റെ രാജ്യം നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഇതുകേട്ട് മഹാബലി ഞെട്ടിപ്പോകുകയും വലിയച്ഛനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. എങ്കിലും ശാപമോക്ഷം നൽകാൻ പ്രഹ്ലാദനു കഴിയുമായിരുന്നില്ല. ദേവന്മാരെ ദേവലോകത്ത് നിന്ന് തുരത്തിയതും ബ്രാഹ്മണ വിദ്വേഷവുമാണ് മഹാബലിക്കു വിനയായത്. ദേവലോകം നഷ്ടപ്പെട്ട ദേവകൾ കാടുകളിൽ ഇത്ര കാലവും ഒളിച്ചു താമസിക്കുകയായിരുന്നു. ബ്രാഹ്മണ പൂജകളിൽ വിശ്വാസമില്ലാത്ത ബലിയെ ഒരിക്കൽ ധനദേവതയായ ലക്ഷ്മി ദേവി ഉപേക്ഷിച്ച് പോവുക വരെ ചെയ്തിരുന്നു. ധനദേവതയായ ലക്ഷ്മിയെ ഉപേക്ഷിച്ചാൽ രാജ്യത്ത് ദാരിദ്ര്യമുണ്ടാകും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മഹാബലിയെ ഭയന്ന് തൻ്റെ മക്കൾ കാടുകളിൽ കഴിയുന്നതിൽ ദേവമാതാവായ അദിതി വളരെയധികം ദുഃഖിച്ചു. ഭർത്താവായ കശ്യപൻ്റെ ഉപദേശപ്രകാരം അവർ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. ഘോരമായ ആ തപസ്സിൻ്റെ ഒടുവിൽ മഹാവിഷ്ണു അദിതിക്കു മുമ്പിൽ പ്രത്യക്ഷനായി തപസ്സിൻ്റെ ഉദ്ദേശം ആരാഞ്ഞു. വിഷ്ണു സ്വപുത്രനായി ജനിച്ച് ദേവകൾക്കു നഷ്ടപ്പെട്ട ദേവലോകം തിരികെ വാങ്ങിക്കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വരം നൽകി ഭഗവാൻ മറഞ്ഞു. വരപ്രകാരം ഭഗവാൻ അദിതിയുടെ ഗർഭത്തിൽ അവതരിച്ചു. അങ്ങനെയുണ്ടായ പുത്രനാണ് വാമനൻ. വാമനൻ അവതരിക്കുമ്പോൾ മഹാബലി ഒരു മഹായജ്ഞം നടത്തുകയായിരുന്നു. യജ്ഞത്തിൻ്റെ ഒടുവിൽ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ഇതിനായി വന്ന എല്ലാ ബ്രാഹ്മണരും ഒരുപാട് ധനവും വസ്ത്രങ്ങളും പശുക്കളും വാങ്ങിയാണ് മടങ്ങിയത്. ഈ ദാനങ്ങൾ സ്വീകരിക്കാനായി വളരെ ദൂരെ നിന്നുപോലും ബ്രാഹ്മണർ യജ്ഞം നടക്കുന്ന നർമ്മദാ നദിയുടെ തീരത്തെത്തിയിരുന്നു.
ഈ ഭിക്ഷാംദേഹികളിൽ ഒരുവനായി വാമനനും യജ്ഞശാലയിൽ പ്രവേശിച്ചു. മുനിവേഷധാരിയും സൂര്യതേജസ്വിയുമായ ബ്രാഹ്മണ ബാലനെ കണ്ടപ്പോൾ തന്നെ അസുരഗുരു ശുക്രാചാര്യർക്ക് സംശയമുണ്ടായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ മഹാബലിയെ വിളിച്ച് രഹസ്യമായി വിവരം പറയുകയും ഈ ബാലൻ ദാനം ആവശ്യപ്പെട്ടാൽ നൽകരുതെന്ന് ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ ആ മനോഹരനായ ബാലനെ കാണും തോറും മഹാബലിക്ക് കൗതുകവും സ്നേഹവും കൂടിക്കൂടി വന്നു. ദാനങ്ങൾ സ്വീകരിക്കുവാൻ വന്ന ബ്രാഹ്മണരുടെ നിരയിൽ വാമനന്റെ ഊഴം വന്നു. ശുക്രാചാര്യൻ ശ്വാസമടക്കി ബാലൻ ആവശ്യപ്പെടുന്നതെന്തെന്നു കേൾക്കാൻ കാത്തുനിന്നു. മഹാബലി ആ മുനികുമാരനോട് ചോദിച്ചു, "അല്ലയോ ബാലവടു, 3 ലോകങ്ങളും കീഴടക്കിയ അസുര രാജാവായ ബലി എന്തു ദാനമാണ് അങ്ങേക്കു നൽകേണ്ടത്?" വാമനൻ ചെറുചിരിയോടെ പറഞ്ഞു, "മഹാപ്രതാപിയായ രാജാവേ, ഞാൻ സർവസംഘ പരിത്യാഗിയായ താപസനാണ്. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമായി യാതൊന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്നിരുന്നാലും തപസ് അനുഷ്ഠിക്കുവാനായി 3 അടി ഭൂമി അനുവദിച്ചു തന്നാലും." ഇതുകേട്ട് മഹാബലി അത്ഭുതപ്പെട്ടു. ധനവും ധാന്യവും കറവ പശുക്കളെയുമൊക്കെയാണ് ബ്രാഹ്മണർ സാധാരണ ആവശ്യപ്പെടുന്നത്. എന്നാൽ തപസ് ചെയ്യാൻ 3 അടി സ്ഥലം മാത്രം ആവശ്യപ്പെടുന്ന ബാലനെ ആദ്യമായാണ് കാണുന്നത്. അത് 3 ലോകവും കീഴടക്കിയ മഹാബലിയോട്. തൻ്റെ ഗുരു ഈ പാവം സന്യാസി ശിശുവിനെയാണ് സംശയിച്ചത്. മഹാബലി ശുക്രാചാര്യരെ നോക്കി. ഒരിക്കലും ഈ ദാനം അനുവദിക്കരുതെന്ന് ഗുരു കണ്ണുകൊണ്ട് മഹാബലിയെ വിലക്കി. പക്ഷേ ബലി അതു കേട്ടില്ല എന്ന് നടിച്ചു. ഇഷ്ടമുള്ള സ്ഥലത്ത് 3 അടി ഭൂമി അളന്നെടുത്തുകൊള്ളാൻ മഹാബലി വാമനനോടാവശ്യപ്പെട്ടു. പക്ഷേ ഈ 3 അടി സ്ഥലം നൽകുമെന്ന് യജ്ഞവിധിപ്രകാരം പ്രതിജ്ഞ ചെയ്യാൻ വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടു. യജ്ഞപ്രതിജ്ഞയുടെ ഭാഗമായ ജലദാനം നടത്തുവാൻ മഹാബലി വാൽ കിണ്ടിയെടുത്തു. എങ്ങനെയെങ്കിലും ഇതു തടയണമെന്നുറച്ച ശുക്രാചാര്യർ കിണ്ടിവാലിൽ തുളസിയിലയുടെ രൂപത്തിൽ കടന്ന് ജലപ്രവാഹം തടഞ്ഞു. വാമനൻ ഇത് മനസ്സിലാക്കുകയും ഒരു ദർഭപുല്ലെടുത്ത് കിണ്ടിവാലിൽ കുത്തുകയും ചെയ്തു. ഇത് ശുക്രാചാര്യരുടെ കണ്ണിൽ കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോവുകയും ചെയ്തു. മഹാബലിയെ ശപിച്ചുകൊണ്ട് ശുക്രാചാര്യർ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചു. ജലദാനം നടത്തി മഹാബലി 3 അടി ഭൂമി ദാനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇതോടെ ഇത്തിരിയോളം വലിപ്പമുണ്ടായിരുന്ന വാമനൻ മല പോലെ വളർന്നു തുടങ്ങി. ആകാശത്തെയും ഭേദിക്കുന്ന ആ വിശ്വരൂപം 2 അടി അളന്നപ്പോൾ തന്നെ 3 ലോകവും കാൽ കീഴിലായി. 3ാമത്തെ ചുവട് വയ്ക്കാൻ വാമനൻ സ്ഥലം ആവശ്യപ്പെട്ടു. അതിനായി മറ്റു മാർഗമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് മഹാബലി വാമന അവതാരത്തിനു മുമ്പിൽ മുട്ടുകുത്തി സ്വന്തം ശിരസിൽ ചുവട് വയ്ക്കുവാൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. വാമനൻ വീണ്ടും വടുവേഷം സ്വീകരിച്ച് മഹാബലിയുടെ ശിരസിൽ പാദം ഉറപ്പിക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. അന്നു മുതൽ അസുരന്മാർ പാതാളവാസികളായി തീർന്നു. പിതാമഹനായ പ്രഹ്ലാദന്റെ ശാപഫലമായും ഗുരു ശുക്രാചാര്യരെ ധിക്കരിച്ചതിൻ്റെ ശിക്ഷയായും അന്ത്യം അടുത്തു എന്നറിഞ്ഞ മഹാബലി തനിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണുവാൻ വാമനനോട് വരം ആവശ്യപ്പെട്ടതായി മലയാളികൾ വിശ്വസിക്കുന്നു. ഇത് അനുവദിക്കപ്പെട്ട മഹാബലി പ്രജകളെ തേടിയെത്തുന്ന ദിവസമാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത്.